ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അടുക്കള വേസ്റ്റ്. അപ്പോൾ അത് കണ്ട പോലെ തന്നെ കുറച്ച് സവാളയുടെ തൊണ്ടുകൾ നമ്മൾ അടുക്കളയിൽ സവാള നന്നാക്കി കഴിയുമ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് ഉണക്കി സൂക്ഷിച്ച് വെക്കുക. അതിനുശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ച് ഈ ഒരു പരുവത്തിലെടുക്കണം. നമ്മളിത് കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് റിപ്പീറ്റ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം, പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് മൈലാഞ്ചിയുടെ ഇല ഉണക്കിയതും കയ്യുണ്ണിയും ഭൃംഗരാജ എന്ന് പറയും, ഭൃംഗരാജയും കറിവേപ്പിലയുമാണ്. ഇത് ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അടിച്ച് സവാള ഉണക്കി പൊടിച്ച സവാള തൊണ്ടിലേക്ക് ഇതും കൂടി അടിച്ചിടുക. അതിന് ശേഷം ഒരു പിടി കരിനെല്ലിക്ക അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതും കൂടി എടുക്കാം. കൂടെ കരിഞ്ജീരകം. ഈ ഇതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഹെയർ കറുപ്പിക്കാൻ മാത്രമല്ല ഹെയർ ഗ്രോത്തിനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പിടി കരിഞ്ജീരകവും കൂടി എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു കട്ടിയുള്ള ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ഇതിട്ട് നന്നായിട്ട് അതായത് കരിച്ചെടുക്കുക. വറുത്തല്ല, കരിച്ച് ആഷാക്കി എടുക്കുക. ഇത് നമുക്കപ്പോൾ ഫ്ലെയിമൊക്കെ നന്നായിട്ട് കൂട്ടി വെക്കാം. നമ്മളിത് ശ്രദ്ധിക്കണമെന്നില്ല, പ്രത്യേകിച്ച് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഈ ഒരു ഇതുപോലെ കരിഞ്ഞ് നന്നായി കരിയാണ് നമുക്കിതിന് വേണ്ടത്. ഇതാണ് നമ്മുടെ ഓർഗാനിക് ഡൈ പൗഡറായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതിനി പൊടിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുക്കണം, നല്ല പൗഡർ ഫോമായിട്ട് പൊടിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് കരിച്ച് ചൂടാറിയ ശേഷം പൊടിച്ചത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഫൈൻ പൗഡറായിട്ട് എടുത്ത ശേഷം നമ്മൾ അതൊരു സ്റ്റെയിനർ വെച്ച് അരിച്ചെടുക്കണം. തരിയൊന്നുമില്ലാതെ അരിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ കിട്ടും. അതിനുശേഷം നമ്മളിത് ഒരുമിച്ച് ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് തന്നെ നല്ല വെള്ളമൊന്നും ഒട്ടുമില്ലാത്ത ഒരു ടിന്നിലേക്ക് ഇത് മാറ്റിയെടുത്ത് സൂക്ഷിച്ച് വെക്കണം. പുറത്ത് തന്നെ എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാകാതെ ഇരിക്കും. നന്നായിട്ട് കരിച്ച് ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളമൊന്നുമില്ലാത്ത ഒരു ടിന്നിൽ അടച്ച് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, എയർ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. എങ്ങനെ ഈ ഡൈ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതൊരു പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടി, പൗഡർ ഒരു പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇതുണ്ടാക്കിയെടുത്തിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കടുക്കയാണ് എടുത്തേക്കുന്നത്. കടുക്കയും ചായപ്പൊടിയും നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഹെയറിന് ഒരു കളറ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 കപ്പ് വെള്ളം അളന്ന് എടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ചതച്ചെടുത്ത കടുക്കയും ചായപ്പൊടിയും കൂടി അതിനകത്തിട്ട് 2 കപ്പ് വെള്ളം തിളപ്പിച്ച് വറ്റിച്ച് ഒരു കപ്പാക്കി എടുക്കണം. ഈ ഒരു പരുവത്തിൽ. ഇനി ഇത് നമ്മൾ അരിച്ചെടുക്കണം. ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കാം. ഇതൊരു 5-6 പ്രാവശ്യം നമുക്ക് ഡൈ പൗഡർ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ കടുക്കയും ചായപ്പൊടിയും തിളപ്പിച്ചത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. നമ്മളൊരു ബൗളിലേക്ക് മുടിയുടെ അളവിനനുസരിച്ചിട്ടാണ് ഈ ഓർഗാനിക് ഡൈ പൗഡർ എടുക്കേണ്ടത്. എടുത്ത ശേഷം നമ്മൾ അതിനകത്തേക്ക് നീലാംബരി, നമ്മുടെ അങ്ങാടി കടയിലൊക്കെ കിട്ടും, ഇൻഡിഗോ പൗഡർ എല്ലാവർക്കും അറിയാമായിരിക്കും, അത് കൂടി എടുത്ത്
ഇത് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഡൈ തലയിൽ അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡൈ ഓർഗാനിക് ഡൈ പൗഡറിൻ്റെ ഹാഫ് പോർഷനാണ് ഇൻഡിഗോ പൗഡർ എടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത ലിക്വിഡ് വെച്ച് ഇത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു സെമി സോളിഡ് നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവില്ലേ, ആ ഒരു പരുവത്തിലാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ഓർഗാനിക് ഡൈ കൊണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് ഭൃംഗരാജ മൈലാഞ്ചിയൊക്കെ അടങ്ങിയിരിക്കണുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അമ്മയുടെ തലയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് അതിൻ്റെ ഹെയർസ് ഉണ്ട്, നല്ല രീതിയിൽ ഹെയർ ഗ്രേയിങ് ഉണ്ട്. അപ്പോൾ ഈ അമ്മയുടെ തലയിൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇത് നോക്കാം. നമ്മളൊരു ബ്രഷും ഉപയോഗിച്ച് കോംബ് ചെയ്തിട്ട് വേണം ഉള്ള സ്ഥലത്ത് ഇത് നന്നായിട്ട് തേച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട. അപ്ലൈ ചെയ്ത ശേഷം പറ്റുമെങ്കിൽ ഒരു 2 മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ആ ഹെയറിൽ വന്നേക്കണ ആ സ്റ്റെയിനിങ് പെട്ടെന്ന് പോകാതെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് 2 മണിക്കൂർ ശേഷം ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇതിനകത്ത് വന്നേക്കണ ഈ വിസിബിളായിട്ടുള്ള ചേഞ്ച്. നമ്മൾ അല്ലാതെ കെമിക്കൽസ് വെച്ച് ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഹെയറിനൊരു വല്ലാത്തൊരു ബ്ലാക്ക് അതൊക്കെ തോന്നൂലേ, പക്ഷേ ഇതല്ലാതെ തന്നെ നല്ല നാച്ചുറലായിട്ട് നമുക്ക് ഇതുപോലെ കറുപ്പിച്ചെടുക്കാൻ പറ്റും. ഇത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതായത് മൈലാഞ്ചിയുടെയും കറിവേപ്പിലയുടെയും ഭൃംഗരാജയുടെയൊക്കെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടി പെട്ടെന്ന് വളരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്കായിട്ട് കൂടി നമുക്കിത് ഉപയോഗിക്കാം. വീക്കിലി 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.